കേരളത്തിൽ ഭരണം മാറിയാലും പുതിയ CM വന്നാലും ഇവിടെ മാറാത്ത സോഷ്യൽ മീഡിയ കുറേ ലൂപ്പുകളുണ്ട്. ആ ലൂപ്പ് കോണ്ടന്റുകളിൽ ഒന്ന് തന്നെയാണ് ദിയ കൃഷ്ണ ആൻഡ് ഫാമിലി. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അമ്മായി അമ്മ സീന് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേരൊക്കെ ഞാൻ എന്തിനാണ് ദിയ കൃഷ്ണയെ വെളുപ്പിക്കാൻ വേണ്ടി വീഡിയോ ചെയ്തതെന്നുള്ള ചോദ്യമൊക്കെ എനിക്ക് പേഴ്സണലി ഇൻബോക്സിൽ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവരൊന്നും കംപ്ലീറ്റ് വീഡിയോ കണ്ടിട്ടില്ല. ഗ്രൗണ്ട് റിയാലിറ്റി, ഓക്കെ, നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ്, പിന്നെ നമ്മുടെ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. എനിക്കിപ്പോൾ എല്ലാ വീഡിയോയിലും വന്നിരുന്നിട്ട് ദിയ കൃഷ്ണനെ അങ്ങോട്ട് വലിച്ച് ചിന്തി കീറി ഇങ്ങനെ പറിച്ചിടണമെന്ന് അങ്ങനത്തെ വല്ല കൊട്ടേഷൻ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടോ? ഇല്ല. കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിൽ ദിയയുടെ ഭാഗത്ത് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി ഞാൻ അത് പറയും. ഗ്രൗണ്ട് റിയാലിറ്റി ആയിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞ സമയത്ത് എനിക്ക് ദിയ കൃഷ്ണ വിഷയത്തിൽ ഇപ്പോഴും കുറേ ഫാമിലീസിനകത്ത് മരുമക്കൾക്ക് അമ്മേ എന്ന് വിളിക്കാൻ, അമ്മായിയമ്മയെ വിളിക്കാനോ കാണാനോ ഒരു വിഷയമുണ്ട്. അമ്മായിയമ്മമാർക്ക് മരുമക്കളെ മകളെ എന്ന് വിളിക്കാനും കാണാനും വിഷയമുള്ളൊരു ഒരു സിസ്റ്റം തന്നെയാണ്. അങ്ങനത്തെ ഒരു ആംബിയൻസ് ആൻഡ് എൻവിയോൺമെൻറ്റിനെയാണ് നമ്മുടെ ചുറ്റുപാടുള്ളത്. ഓക്കെ, 100% എല്ലാവരും അമ്മ എന്ന് വിളിക്കുമ്പോൾ ദിയാകൃഷ്ണ മാത്രം കയറിയിട്ട് അമ്മയെ ആൻറ്റി എന്ന് വിളിക്കുന്നതല്ലല്ലോ, ആണോ? അപ്പോൾ കാര്യങ്ങളും വിഷയങ്ങളും വരുമ്പോൾ ഞാൻ അതിനനുസരിച്ച് സംസാരിച്ച് പോവാറുണ്ട്. ഓക്കെ, ആൻഡ് ഇന്ന് എനിക്ക് ഒരുപാട് പേര് ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഈ ദിയാകൃഷ്ണൻ്റെ സ്റ്റോറീസ് അയച്ചിരുന്നുണ്ട്. അത് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ വെച്ചു, കോണ്ടന്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. ഇന്ന് കുറേ പേര് എനിക്ക് ഗംഗ ആൻഡ് ഫാമിലി, ഇവരെ നിങ്ങൾക്ക് അറിയുമായിരിക്കും, ഗംഗ മീനാക്ഷി ആൻഡ് ഫാമിലി, ഇവരുടെ ഇൻ്റർവ്യൂവിനകത്ത് ഇവരുടെ ഈ അച്ഛൻ ഇവരുടെ ബയോളജിക്കൽ ഫാദർ അല്ല എന്നുള്ളൊരു കാര്യമൊക്കെ റിവീൽ ചെയ്ത കാര്യമൊക്കെ വെച്ചിട്ട് കുറേ പേര് എനിക്ക് പറഞ്ഞു ഇതാണ് ഇങ്ങനെ ആയിരിക്കണം. ഈ മനുഷ്യന്മാരാണ്. ഗംഗയ്ക്കും ഫാമിലിക്കും അവർക്ക് വേറൊരു കൈൻഡ് ഓഫ് എന്താ പറയുക ലൈഫാണ്. ഈ ദിയാകൃഷ്ണയ്ക്കും ഫാമിലിക്കും വേറൊരു കൈൻഡ് ഓഫ് ലൈഫാണ്. അപ്പോൾ അത് എല്ലാം നിങ്ങൾ എന്താ പറയുക ഒരുപോലെ ഇക്വേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. എല്ലാം ഒരുപോലെ അല്ല. ഇപ്പം എൻ്റെ ലൈഫും നിങ്ങളുടെ ലൈഫും ഒരുപോലെ ആവില്ല. അതൊരു സാധനമാണ്. ആ റിയാലിറ്റി നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. പിന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ച് അത് ചെയ്യുന്നവർക്ക് ചെയ്യാം. ബിക്കോസ് ദിയാകൃഷ്ണ ഒരു കോണ്ടൻ്റാണ്. അവരുടെ കോണ്ടൻറ്റ് ചെയ്യുമ്പോൾ RPM, യൂട്യൂബിനകത്തൊരു സാധനമുണ്ട് RPM, അത് വെച്ചിട്ടാണ് നമുക്ക് ഡോളർ കിട്ടുന്നത്. ഈ ദിയാകൃഷ്ണയ്ക്കും രേണുസുതിക്കും RPM ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഒരു കണ്ടൻറ്റ്, 2 കണ്ടൻറ്റ്, 3 കണ്ടൻറ്റ് എന്ന് വെച്ച് ചെയ്യുമ്പോൾ സാധാരണ വീഡിയോയിൽ ഇപ്പോൾ ദിയാകൃഷ്ണൻ്റെ ഒരു വീഡിയോ ചെയ്തു, ഒരു 10-20 മിനിറ്റുള്ളൊരു വീഡിയോ ആണെന്ന് വിചാരിച്ചു, അതൊരു 1 ലക്ഷം പോയി കഴിഞ്ഞാൽ 15,000, 10,000, 13,000 രൂപയ്ക്ക് കിട്ടും ഒരു വീഡിയോയ്ക്ക് ഒരു ദിവസം. 2 ദിവസം കൊണ്ട് ആ വീഡിയോ ഡെഡാവും. ബട്ട് സ്റ്റിൽ ഒരു 2-3 ദിവസം കൊണ്ട് ആ ഒരു വീഡിയോ നമുക്കൊരു 20,000 റുപ്പീസ് വരും. അപ്പം അത്രയും RPM ഉള്ളൊരു കോണ്ടൻറ്റ് ആകുമ്പോൾ ആരും വിടൊന്നുമില്ല. അങ്ങനെ ഓരോന്നായിട്ട് കണക്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ പോകും. ഞാനിപ്പോൾ ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഇപ്പം അങ്ങനത്തെ ഒരു സാധനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ താല്പര്യം. റെലവൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ് വന്ന് ചെയ്യാന്നുള്ളൊരു മൂഡിലേക്ക് ഞാൻ മാറിയത് കൊണ്ട് തന്നെ പഴയ പോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ച് ചെയ്യാറില്ല. പണ്ട് ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ഐ അഡ്മിറ്റ് ദാറ്റ്. ഇപ്പം എന്താണെങ്കിലും ഇപ്പോഴത്തെ ഈ ഒരു സീന് ഞാൻ എഗെയിൻ പറയുന്നു, ദിയാകൃഷ്ണയുടെ ഫാമിലി എന്ന് പറയുമ്പോൾ അവർ കുറച്ചും കൂടി സോഷ്യൽ മീഡിയ ഓൾറെഡി കുറച്ച് കാലം മുമ്പ് തന്നെ എക്സ്പ്ലോർ ചെയ്ത് അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടാക്കി, അതിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് കണ്ട്, അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് മനസ്സിലാക്കിയിട്ടൊക്കെ പോകുന്നൊരു ഫാമിലിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അരികെ പോലത്തെ ഒരു ഡേറ്റിംഗ് ആപ്പിൽ അച്ഛനും മകളും കൂടി അരികെ ഒരു ആഡ് ചെയ്യുകയാണ്. ഞാൻ ആ ആഡ് ഇവിടെ സൈഡിൽ പ്ലേ ചെയ്യാം, സൗണ്ട് വയ്ക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒരു ഡേറ്റിംഗ് ആപ്പിന് അച്ഛനും മകളും പ്രൊമോഷൻ കൊടുക്കുന്ന രീതിയിൽ വരെ അവരുടെ ഫാമിലി ദേ ആർ പ്രോഗ്രസീവ്, ദേ ആർ ഓൺ ഇറ്റ്. അവർക്ക് ഓക്കെയാണ്. അവരുടെ എൻഡ് ഓഫ് ദ ഡേ അവരെന്താ പറയുന്നത്, ലീഗലി വിഷയങ്ങളൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ആപ്പിന്, അതായത് ലീഗൽ സൈഡ് വെച്ച് നോക്കുമ്പോൾ വേറെ വിഷയങ്ങളൊന്നും കാണാത്തത് കൊണ്ട് അവർക്ക് റവന്യൂ കിട്ടുന്ന ഒരു കാര്യമാണ്. നല്ല പൈസ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അവർ ചെയ്യുന്നു. അതാണ്. അപ്പോൾ ദിയാകൃഷ്ണ ആൻഡ് ഫാമിലി എന്ന് പറയുമ്പോൾ അവർ ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് അവരുടെ ബ്രെഡ്, ലൈക്ക് എന്താ പറയുക, വീട്ടിലുള്ള അരി, ബ്രെഡ് ആൻഡ് ബട്ടറൊക്കെ അതാണ്, മനസ്സിലായില്ല. അപ്പോൾ പിന്നെ അവരെ നിങ്ങളിനി നമ്മളടക്കം ആരെന്ത് പറഞ്ഞാലും ദേ ആർ മിൽക്കിംഗ് കോണ്ടൻറ്റ്. ഓക്കെ, അത് വെച്ചിട്ട് ബാക്കിയുള്ളവർ മിൽക്ക് ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ബേസിക് റിയാലിറ്റി എന്ന് പറയുന്നത്. ദിയാകൃഷ്ണൻ്റെ സ്റ്റോറികളിലേക്ക് പോവാം. ബൈ ദ വേ, ഇതൊന്നും ഞാൻ കയറി ദിയാകൃഷ്ണൻ്റെ അടുത്ത സ്റ്റോറീസ് അല്ല, കാരണം ദിയാകൃഷ്ണനെ ബ്ലോക്ക് ചെയ്തതാണ്. ഐ ഡോണ്ട് നോ വാട്ട്സ് ദ റീസൺ, ബട്ട് ഷീ ബ്ലോക്ക് മീ. അതങ്ങനെ നടക്കട്ടെ. നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഫോൺ ഉണ്ടല്ലോ, അവിടുത്തെ നമുക്ക് എടുക്കാനുള്ള സ്ക്രീൻഷോട്ട്സ് അങ്ങനെ എടുത്തതാണ്. ഒരു ആസ്മി ക്വസ്റ്റ്യന് വന്ന ക്വസ്റ്റ്യൻ, അതിൻ്റെ ഉത്തരം കേട്ടോ. വാട്ട് യു വാണ്ട് ടു സേ ടു ദ പീപ്പിൾ ഹൂ ഈസ് നെഗറ്റീവ് അബൌട്ട് യുവർ മദേഴ്സ് ഡേ വ്ളോഗ്? Some days I do charity like that for my fellow YouTubers. Let them make a little money with my cute pictures and stolen content. See, ദിയാകൃഷ്ണ, ഇവിടെ ദിയാകൃഷ്ണയുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്, ഓക്കെ, ഡേ ലൈഫ് വ്ളോഗ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു കോണ്ടൻറ്റ് സ്പേസ് ആണ്.
റിയാക്ഷൻ ചാനലുകൾ എന്നുള്ളത്. ഫെയർ യൂസ് പോളിസി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമുക്ക് ഫെയർ ആയിട്ട് നിങ്ങളുടെ കോണ്ടൻറ്റ് വെച്ച് വീഡിയോ ചെയ്യുക എന്നുള്ളത് യൂട്യൂബ് തന്നെ നമുക്ക് തരുന്ന സ്പേസാണ്. അതിനകത്ത് ഇരുന്നിട്ടാണ് ഒരു മോസ്റ്റ് മെജോറിറ്റി ആളുകൾ ചെയ്യുന്നതെന്നുള്ളതാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. ചിലരൊക്കെ തമ്മിൽ മാനിപ്പുലേറ്റ് ചെയ്ത് വീഡിയോനകത്ത് ഇല്ലാത്തൊരു നറേറ്റീവ് ആൻഡ് മാനിപ്പുലേഷൻ കൊണ്ടുവന്നൊക്കെ ചെയ്തു പോകുന്നുണ്ട്. അതൊന്നും ഞാൻ എൻഡോസ് ചെയ്യുന്നില്ല. ബട്ട് മോസ്റ്റ് മെജോറിറ്റി ആളുകളും ഒരു മാന്യമായ ലൈൻ ഓഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്ത് ചെയ്യുന്നു എന്നുള്ളൊരു ധാരണ. കാരണം എനിക്ക് ഈ സ്പേസിൽ ഇരുന്നുകൊണ്ട് എൻ്റെ സ്പേസിൽ ബാക്കിയുള്ളവരെ ഞാൻ കുറ്റം പറയാറില്ല. അങ്ങനെ ചെയ്യുന്നൊരു സ്പേസാണിത്. അവിടെ നിങ്ങൾ സ്റ്റോളൻ കോണ്ടൻറ്റ്, ചാരിറ്റി എന്നൊക്കെ പറയുമ്പോൾ കമോൺ, നിങ്ങൾ ഈ ഒരു എന്താ പറയുക യൂണിവേഴ്സിൽ തന്നെ ഇല്ലേ, യൂട്യൂബ് യൂണിവേഴ്സിൽ തന്നെ ഇല്ലേ? ഇത് മോക്കറിയാണ്. ബാക്കിയുള്ളവരെ നോക്കിയിട്ട് കളിയാക്കുന്ന ഒരു പരിപാടിയാണ് നിങ്ങൾ കാണിക്കുന്നത്. ഇതിനാണ് നിങ്ങൾ സത്യം പറഞ്ഞാൽ എയർ പോകേണ്ടത്. യു ഡോണ്ട് ഹാവ് എന്താ പറയുക ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഒന്നും നിങ്ങൾക്കില്ല ഒരാളോട്. എപ്പോഴും എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ സാധനങ്ങളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ എഗെയിൻ ആൻഡ് എഗെയിൻ അടുത്തൊരു കോണ്ടൻറ്റ്, നിങ്ങളുടെ അടുത്തൊരു കോൺട്രവേഴ്സി എവിടെയെങ്കിലും പൊട്ടി മുളച്ച് വരുമ്പോൾ നിങ്ങൾക്ക് നല്ല അടി കിട്ടും. ബാക്കിയുള്ളവരിൽ നിന്ന് ടപ്പ ചെയ്ത് കൊണ്ട് കൊട്ടി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം അതല്ല ഇത്. നിങ്ങൾക്കിത് സിമ്പിളായിട്ട് പറയാം. ഞാൻ എന്താണോ പറഞ്ഞത് ഞാൻ ഉറച്ചു നിൽക്കുന്നു. ബാക്കിയുള്ളവർ എന്ത് വേണേൽ പറഞ്ഞിട്ട് പോയിക്കോട്ടെ, ദാറ്റ്സ് ഇറ്റ്. അത് പറയുന്നതിന് പകരം നിങ്ങളൊരുമാതിരി ബാക്കി കോണ്ടൻറ്റ് ചെയ്തവരൊക്കെ ഊശിയാക്കിയുള്ള സംസാരം അത് നിങ്ങൾക്ക് വിനയാണ്. അടുത്തൊരു സ്റ്റോറി ഈ അമ്മ സീൻ തന്നെ കേട്ടോ. അത് കൗമുദിയിൽ വന്നതിൻ്റെ ഒരു പോസ്റ്റർ എടുത്ത് വെച്ചിട്ട് നോ മാറ്റർ വാട്ട് ഐ വിൽ ഫോർ എവർ സ്റ്റിക്ക് ഓൺ ടു മൈ ഒപ്പീനിയൻസ് കോസ് ഐ ഹാവ് എ സ്പൈൻ. എല്ലാവർക്കും സ്പൈൻ ഉണ്ട് ദിയ. ആർക്കാ സ്പൈൻ ഇല്ലാത്ത? നട്ടലെല്ലാവർക്കും ഉള്ളതല്ലേ. ചിലർക്ക് അതിന് ചില പ്രോബ്ലംസ് ഉണ്ടാവും, ചിലരത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ജനിക്കും. മനുഷ്യന്മാർക്ക് ഉണ്ട്, നട്ടലുണ്ട്. Few reaction videos against me won't make me change my life decisions. അത് പാടില്ല. അങ്ങനെ റിയാക്ഷൻ ചാനൽ കണ്ടതുകൊണ്ട് ലൈഫ് ഡിസിഷൻസ് ഒന്നും ചേഞ്ച് ചെയ്യാൻ പാടില്ല. The ones who truly love me knows who I am and how I am to everyone. Respect doesn't come from what we call or address anyone. It comes from what we do for them. Ashwin as well as his parents know how well I treat them and how much I have done for their family business. എൻ്റെ പൊന്നളിയ, ഇപ്പോഴത്തേക്കാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പബ്ലിക്കായിട്ട് വന്നിരുന്നിട്ട് ഇപ്പോൾ നമ്മളൊക്കെ പറയില്ലേ, നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അതൊരു പബ്ലിക് സ്പേസിൽ 10 ആളറിയെ വിളിച്ച് പറയുന്നത് പൊങ്ങച്ചമാണ്. അല്ലെങ്കിൽ അതൊരു കൈൻഡ് ഓഫ് എന്താ പറയുക, അതങ്ങനെയാണ്. അതൊരു പൊങ്ങച്ചം കാണിക്കാനുള്ള പരിപാടിയാണ്. മനസ്സിലായില്ല? അത് ചെയ്യാൻ പാടില്ല. അത് ചെയ്തു കഴിഞ്ഞാൽ ഒരുമാതിരി പ്രാഞ്ചിയേട്ടൻ ലൈൻ പരിപാടിയാന്നൊക്കെ നമ്മൾ സാധാരണ പറയും. അങ്ങനത്തെ ഒരു ഐറ്റമാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. നിങ്ങളെ അശ്വിൻ്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്ത കഥയൊക്കെ, അവരുടെ ഫാമിലി ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്ത കഥയൊക്കെ എന്തുവാണ് ഇത്? സ്വന്തം ഭർത്താവിൻ്റെ വീട്ടുകാരല്ലേ ഇതെന്താ പറയുക? എത്ര പറഞ്ഞാലും നേരത്തെ ഈ തുടക്കത്തിൽ മുകളിൽ എഴുതിയിട്ടല്ലോ, ഇത് ഐ വിൽ സ്റ്റിക്ക് ടു മൈ ദിസ് തിങ്, ഐ ഹാവ് സ്പൈൻ എന്നൊക്കെ. ചില കാര്യങ്ങൾ ചെറിയ കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും റോട്ടിൽ കൂടി പോണ പട്ടിയും പൂച്ചയായിരിക്കാം. ചിലതൊക്കെ നമ്മൾ മൃഗങ്ങളിൽ നിന്നും നമ്മളെക്കാൾ ചെറിയ പ്രായത്തിലുള്ളവരിൽ നിന്നും ആരിൽ നിന്നും കണ്ടുപഠിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ മാറ്റം വരുത്തേണ്ടത് മാറ്റേണ്ടിയിരിക്കുന്നു. നമുക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എഗെയിൻ ഞാൻ പറയുന്നു, ദിയയുടെ സ്റ്റാൻഡ് മാറ്റാനോ അല്ലെങ്കിൽ ദിയയുടെ ചിന്താഗതി മാറ്റാനൊന്നുമല്ല. ദിയ അറ്റ്ലീസ്റ്റ് പറയുന്ന സമയത്ത് ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കണം. ഇങ്ങനത്തെ വാക്കുകൾ, ഇത് ഐ സ്റ്റാൻഡ് വിത്ത് ദം എന്നൊക്കെ പറയാം, ഞാൻ അവരുടെ ബിസിനസ്സിൽ സഹായിച്ചു എന്നൊക്കെ ഇത്ര ഓപ്പണായിട്ട് വന്ന് പറയേണ്ട കാര്യം. അതായത് എഗെയിൻ ഇതൊരു ഡയറക്റ്റ്ലി അല്ലെങ്കിലും ഒരു ഇൻഡയറക്റ്റ്ലി, ഇപ്പം നിങ്ങൾ ഉദ്ദേശിച്ച ഒരു നല്ല കാര്യമായിരിക്കും, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ ബിസിനസ്സിൽ സഹായിച്ചില്ലേ ഞാൻ അങ്ങനെ ചെയ്തു, നിങ്ങളെ ലൈൻ അതായിരിക്കും. പക്ഷെ ബാക്കിയുള്ളവർ കേൾക്കുമ്പോൾ അയ്യടാ ഈ അശ്വിൻ്റെ വീട്ടുകാരെ ഓള് സഹായിച്ചിട്ടാ, ഈ ലൈനിൽ അത് അവരെ വേറെ രീതിയിൽ എഫക്റ്റ് ചെയ്യും. ഈവൻ അവരെ കുടുംബക്കാരുടെ ഇടയിലും അവർക്കൊരു വേറെ രീതിയിൽ എഫക്റ്റ് ചെയ്യില്ലേ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എഴുതിയിടുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു 10 വട്ടം നോക്കണം. നിങ്ങൾ ഇതെന്താണ് ഞാൻ എഴുതിയിടാൻ പോകണമെന്നുള്ളത്, അല്ലെങ്കിൽ എഴുതിയിട്ടൊരു 10 വട്ടം വായിച്ചിട്ട് മാത്രം പോസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വേറെ ആരോ ഒരു സ്റ്റോറിക്ക് റിപ്ലൈ ഇട്ടത് എടുത്ത് വെച്ചിട്ട് പിന്നെയും പറയുന്നുണ്ട്. അവർ ആദ്യം എഴുതിയിട്ട ആളുടെ സ്റ്റോറി റിപ്ലൈ, ഹായ് I have been following and respecting your content and I want to emphasize that I won't have a problem with your personal choice about what you call your mother-in-law or otherwise involved in your life. That's completely up to you. However, I felt quite hurt by your statement that everyone has dad and mom in their house. Those who don't have, they
can call someone like that, even if that was intended to be something witty or whatever. It didn't come across that way to me. It sounded very insensitive and overlooked the deep grief and complexity that comes with such a loss. I want to share my perspective. Hope you might understand how those words impact people in similar situations. അതായത് ഈ അച്ഛനമ്മ ഇല്ലാത്തവർ വേറെ ആരെങ്കിലും പോയി വിളി എന്നുള്ളൊരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എക്സ്ട്രീംലി സോറി, ഐ ഹാവ് നോ ഇൻറ്റൻഷൻ ടു ഹേർട്ട് എനി വൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിപ്ലൈ കൊടുത്തിട്ട് പിന്നെ എഴുതിയിട്ടിരിക്കുക, I guess a statement I tried to say out loud to few negative comments ended up as a huge misconception on my vlog. Miscommunication on my vlog. I would like to apologize publicly if I hurt anyone feeling regarding this issue that a follower of mine has stated. I didn't think much before saying that. Some of my Instagram and YouTube family genuinely messaged me this same thing with love, and I guess I should address this issue and take responsibility of my words. Sorry if I hurt anyone or spread any wrong information to the younger generation watching my video. That really wasn't my intention. Have a positive day, fam. See, നിങ്ങൾ ഇപ്പോൾ ഒരു റാൻഡമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നതോ ആയിട്ടുള്ള ഒരാൾ മെസ്സേജ് അയച്ചപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ റിപ്ലൈ കൊടുത്തു. ഇവിടെ നമ്മൾ റിയാക്ഷൻ ചാനലുകൾ നിങ്ങളെ വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ക്രോസ് ചെയ്ത് നിങ്ങൾ പറഞ്ഞതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. അതൊരു കേസ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ ഓഡിയൻസ് എങ്ങനെയാണെന്നുള്ളത്. ഫാമിലി വ്ളോഗ് ചെയ്യുമ്പോൾ ഓഡിയൻസ് ഏത് രീതിയിലുള്ളവരാവും എന്നുള്ളത് തീക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. അപ്പം ചില കാര്യങ്ങൾ എഗെയിൻ ഞാൻ പറയുന്നു, എഴുതിയിടുന്നതാണെങ്കിലും വീഡിയോയിൽ സംസാരിക്കുന്നതാണ്. ഇത് വീഡിയോ സംസാരിച്ചിട്ട് ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ കാണുമല്ലോ. ഇപ്പോൾ ഞാനാണെങ്കിലും ഈ വീഡിയോ സംസാരിച്ചതിന് ശേഷം ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ കാണുന്ന സമയത്ത് നമ്മളിത് കേൾക്കും, കാണും. നമ്മൾ അങ്ങനെ ചുമ്മാ എടുത്തിട്ട് പോകുന്നതല്ല. വെട്ടേണ്ട സ്ഥലത്ത് വെട്ടി, സ്പീഡാക്കേണ്ട സ്ഥലത്ത് സ്പീഡാക്കി, സ്ലോ ആക്കേണ്ട സ്ഥലത്ത് സ്ലോ ആക്കി, അങ്ങനെ ചെയ്യുന്നൊരു പ്രോസസ്സിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ചെയ്തത് നമ്മൾ കാണുന്നുണ്ട്, അത് ഓഡിറ്റ് ചെയ്യുന്നുണ്ട്, അത് എഡിറ്റ് ചെയ്യാൻ നമ്മൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈമിന് ഇതൊന്ന് 10 വട്ടം ചിന്തിച്ച് നോക്കിയാൽ മതി. ഞാൻ പിടിച്ച മുതലിൽ 10 കൊമ്പ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോയാൽ അത് പണി തന്നെയാണ്. ഓക്കെ, എഗെയിൻ ആൻഡ് എഗെയിൻ ഞാൻ പറയുന്നു, ദിയയുടെ വിഷയം ഇത് മാത്രമാണ്. ദിയ ചില കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങോട്ട് പറയും, എഴുതുമ്പോൾ കണ്ട് എഴുതി അവിടെ നാട്ടിന് മുന്നിൽ ഇട്ട് കൊടുത്ത് പോകും. പിന്നെ അതിൻ്റെ മുകളിൽ എന്ത് നടന്നാലും ദിയ പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ, അതിൻ്റെ മുകളിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോവല്ല. അത് തിരുത്താനുള്ള ശ്രമം വളരെയധികം കുറവാണ്. അവിടെയാണ് സീൻ പറ്റുന്നത്. അങ്ങനത്തെ ടാർസൻ വള്ളിപിടുത്തം, മോഗ്ലി വള്ളിപിടുത്തമാണ് ദിയയുടെ കണ്ടൻറ്റുകളിലേക്ക് ഞങ്ങളെ എത്തിക്കുന്നത്. അടുത്തൊരു സ്റ്റോറി. Give me your address, I will courier a nice quality mirror for you to look at every morning. അതായത് ഒരു ലേഡി, ആ ലേഡിയുടെ ഫോട്ടോയുടെ കൊടുത്തിട്ടുണ്ട്. അശ്വിൻ്റെയും ദിയയുടെ ഒരു റീൽസിനടിയിൽ വന്നിട്ടുള്ള കമൻറ്റാണ്, അശ്വിൻ്റെ അമ്മ ആണെന്നേ തോന്നൂ ദിയയെ കണ്ടാൽ. അതായത് ദിയേനെ കണ്ടു കഴിഞ്ഞാൽ അശ്വിൻ്റെ അമ്മയാണെന്ന് തോന്നിക്കുക. അതൊക്കെ ഇതിനൊക്കെ കൊടുത്തോ? ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. കാരണം അവരിപ്പോൾ ഗർഭിണിയായി ഒരു കുട്ടീനെയും പ്രസവിച്ച് നീച്ച് വന്നതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബോഡിയിലുള്ള മാറ്റങ്ങളൊക്കെ ദിയയ്ക്ക് ഉണ്ടാവും. അത് കണ്ടിട്ട് ആ ഒരു കോണ്ടൻറ്റ് അല്ലെങ്കിൽ ദിയയെക്കുറിച്ചിട്ട ഏതെങ്കിലും ഒരു കോണ്ടൻറ്റ് മിസ്ലീഡിങ് ആയിട്ടുള്ള ഒരു സാധനം കണ്ടിട്ട് ഓടിപ്പോയിട്ട് എന്നാൽ ഞാൻ അവളെ 10 പറയാം എന്നൊക്കെ പറഞ്ഞു പോകുന്ന ചേച്ചിമാർക്ക് ഇതേപോലുള്ള റിപ്ലൈസ് കൊടുക്കുന്നത് നൈസാണ്. അതൊക്കെ മേടിക്കുന്ന ചേച്ചിമാർ മേടിച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് മാതിരി വെച്ചിട്ട് ഇനി ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാന്നേ പറയാനുള്ളൂ. ഇതിനിടയിൽ ഇവരുടെ കുറച്ച് ഇൻ്റർവ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഇൻ്റർവ്യൂവിനകത്ത് ഹൻസികയാണെങ്കിലും, ഇപ്പോൾ ഹൻസുബിയുടെ ഒരു കാര്യം അറിയാം, ഒരു സബ്സ്ക്രിപ്ഷൻ വീഡിയോ ലീക്ക് എന്നൊക്കെ പറഞ്ഞാൽ പുറത്തിറക്കി. ഇത് ഒരു സബ്സ്ക്രിപ്ഷനിലിടുന്ന വീഡിയോ ആണ്. ആ വീഡിയോ കണ്ട ഏതോ മഹാനെടുത്ത് പുറത്തിട്ട് അതായിട്ടുള്ളൊരു കോൺട്രവേഴ്സി ഒരു ലൈന് പോകുന്നുണ്ട്. അപ്പുറത്തെ അമ്മ കോൺട്രവേഴ്സി ലൈന് ഇവരത് പോകുന്നുണ്ട്. ഈ ഫാമിലിയിൽ ഇങ്ങനെ ഒരു 2-3 ആളെപ്പോഴും എയറിലായിട്ട് ഇങ്ങനെ പോകുന്നൊരു ഒരു സാധനമാണ്. അപ്പോൾ ഈ ടൈമിലാണ് ഇവരുടെ ആൽബം ഇറങ്ങുന്നതും അതിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ ഇൻ്റർവ്യൂസ് വരുന്നതും. ഇതിനകത്തും കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആൾക്കാർ എടുത്തു വെച്ച് പറയുന്നുണ്ട്. ബേസിക്കലി സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്നവരെങ്ങനെയാണോ ഒരു സോഷ്യൽ മീഡിയ നോക്കി കാണണ്ടേ, അതിൻ്റെ ആ ഒരു കോൺഫിഡൻസ് ലെവലിലും, അപ്പോൾ എങ്ങനെയാണ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ അപ്രോച്ച് ചെയ്യുന്നത്, ഒരു എക്സ്പീരിയൻസ്ഡ് ആളെങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഒരു കോണ്ടൻറ് ക്രിയേറ്റർ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ സംസാരിച്ചത്. ഇതിലൊക്കെ എന്താ ക്രിട്ടിസൈസ് ചെയ്യാനുള്ളതെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. 1-2 പോർഷൻസ് നമുക്ക് നോക്കാം.
ആക്ച്വലി ഞാൻ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയപ്പോൾ ഐ വാസ് 14. അന്ന് കോവിഡ് ആയ ടൈമാണ്. സ്കൂളൊക്കെ അടച്ചിട്ട് ഞാൻ സ്കൂളൊന്നും ഇല്ലാതെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. നമുക്ക് പണ്ട് 2020 ഒരു ഭയങ്കര ഒരു സൈബർ ബുള്ളിങ് ഒരു അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അന്ന് ഫസ്റ്റ് സംഭവിച്ചപ്പോൾ വിവർ ബിറ്റ് എഫക്റ്റ്. എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ആയി എന്ത് ചെയ്യുന്നുള്ള രീതിയിൽ. പക്ഷേ വി ഡിഡ് ഫീൽ ലൈക്ക് യോ ഇറ്റ്സ് ദി എൻഡ് എന്നുള്ള രീതിയിൽ. പക്ഷേ അവിടെ നിന്നുള്ള വി സ്റ്റാർട്ടഡ് ഗ്രോയിങ് സ്ലോലി. എനിക്ക് അത്രയും കുഞ്ഞിലെ എന്നെ അതൊക്കെ ഞാൻ ഫേസ് ചെയ്തത് കൊണ്ട് ഇപ്പോൾ ഒക്കെ ഹേറ്റൊക്കെ കണ്ട് നമുക്കതൊരു പ്രശ്നമേ അല്ല. എന്നുവെച്ചാൽ മാക്സിമം ഇഗ്നോർ ചെയ്യാൻ നോക്കും. സോ കുഞ്ഞിലെ തൊട്ട് അങ്ങനെ ആയതുകൊണ്ട് എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ആൾക്കാർ എന്തെങ്കിലും ഹേറ്റൊക്കെ പറയണം. അത് നമ്മൾ അത്രയ്ക്ക് ബോധറുണ്ട്. ബിക്കോസ് നമ്മൾ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട്. എപ്പോഴും ഹേറ്റിന് മേളിൽ തന്നെയായിരിക്കും നമ്മൾ ഇഷ്ടമുള്ള ആൾക്കാർ. അങ്ങനെ കുഞ്ഞിലെ തൊട്ട് നമ്മുടെ ഫാമിലി എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്താൽ ഫുൾ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും. എല്ലാവരും ഒന്നിച്ച് നിൽക്കും. സോ കുഞ്ഞിലെ തൊട്ട് ഇതൊക്കെ കാണുന്നതും നൗ ഐ എം റിയലി യൂസ്ഡ് ടു ഇറ്റ്. ഇപ്പോൾ എത്ര വർഷമായി 6 years ഒക്കെ ആയിട്ട് എപ്പോഴും സോഷ്യൽ മീഡിയ ഇങ്ങനെ കാണും. ദാറ്റ് ഇസ് ഫൈൻ ഉള്ളി. നമ്മളെല്ലാവരും ഒരേ രീതിയിലാണ് അത് എടുക്കുന്നത്. അത് ഇതിലൊന്നും ഞാൻ പറഞ്ഞല്ലോ മോശം പറയാനോ അല്ലെങ്കിൽ അവരത് കാഷ്വലായിട്ട് എടുത്തു അല്ലെങ്കിൽ അങ്ങനെ സബ്സ്ക്രിപ്ഷനിലൊരു വീഡിയോ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇട്ടേ, നിങ്ങളുടെ ഡ്രസ്സിൻ്റെ അളവ് എന്താ ഇത്ര, നിങ്ങൾ ഇങ്ങനെയാണോ വീഡിയോ ഇടണ്ടേ, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് തളർന്നു പോകേണ്ട കാര്യമൊന്നുമില്ല. കാരണം മാറുന്ന സൊസൈറ്റി, മാറുന്ന കൾച്ചർ ആൻഡ് മാറുന്ന സോഷ്യൽ മീഡിയ സ്പേസിനകത്ത് ഇവർക്കെല്ലാം അറിയാം എത്രത്തോളം എങ്ങനെ ഏത് രീതിയിൽ ചെയ്യണം കാര്യങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്ന. അതിൽ എനിക്ക് തോന്നുന്നു ദിയാകൃഷ്ണ മാത്രമാണ് കുറച്ച് ഈ പറഞ്ഞ പോലെ വായ നിന്ന് പോകണം എന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലാത്തത്. അല്ലാതെ അഹാനയാണെങ്കിലും ഇഷാനിയാണെങ്കിലും അൻസികയാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ ഒരു സ്ഥലത്ത് ഒരാളോട് സംസാരിക്കുമ്പോൾ എന്ത് പറയണോ എത്രത്തോളം പറയണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയുന്നത്. ഇവരുടെ കോണ്ടന്റുകളിലും ഇവരത് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ദിയാകൃഷ്ണയാണ് ഒരു ഓവർ ദ ലൈൻ പോകുന്നൊരു ഓവർ ദ ടോപ്പ് സാധനം വെച്ചിട്ട് എപ്പോഴും സംസാരിക്കാറും അല്ലെങ്കിൽ ഓരോ വീഡിയോസിൽ ആ രീതിയിലാണ് അവർ ബിഹേവ് ചെയ്യാറ് ചില ടൈംസ്, എപ്പോഴും അല്ല ചില സമയത്തൊക്കെ. ഇവർക്ക് കൃത്യമായ ഓഡിറ്റുള്ള ആൾക്കാരാണ്. ഇവർക്ക് ബാഡ് കമൻറ്റ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് സാധനങ്ങൾ വരുന്നത് ഇവർ ബോധർ ചെയ്യാതെ മുന്നോട്ട് പോകാനുള്ളൊരു മെൻ്റൽ സ്ട്രെങ്ത് ഇവർക്ക് ഓൾറെഡി ഉണ്ടാവും. ഇത് കുട്ടിയാണെന്ന് എത്ര കാലം കുട്ടിയാന്ന് പറയും, ഇത്ര വർഷമായിട്ട് ഇവർക്ക് ഈ കുട്ടിത്തം എന്ന് പറയുന്ന ഏജിലുള്ള ഇവരെ എക്സ്പീരിയൻസ് കൂടുതലാണ്. ഹൻസിക എന്നൊക്കെ പറയുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആണ്. കാരണം ഇത് അവരുപയോഗിച്ച് മാത്രമുള്ള എക്സ്പീരിയൻസ് ഇല്ല, അവരുടെ വീട്ടിൽ ചേച്ചിമാരൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടുള്ള എക്സ്പീരിയൻസും ആ കുട്ടിക്കുണ്ട്. അപ്പോൾ 1-2 നെഗറ്റീവ്സും ക്രിറ്റിസിസവും വന്നതുകൊണ്ട് തളർന്നു പോകുന്ന ആൾക്കാരൊന്നും അല്ല ഇവരെന്നുള്ളത് ആദ്യം. അതങ്ങനെയാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെ അതൊരു ഇറലവൻറ്റ് സാധനമാണ്. ഇവരോടൊന്നും ചോദിക്കേണ്ട കാര്യമില്ല, ഇവർക്ക് അറിയാം ഹൗ ടു ഡീൽ വിത്ത് ഇറ്റ്. ഇപ്പോൾ ഒരു ലിമിറ്റിൻ്റെ മുകളിൽ പോയ കോണ്ടൻറ്റുകൾക്കൊക്കെ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ലോ സൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇവരുടെ വക്കീലിനെ വെച്ചിട്ട് മെസ്സേജ് അയപ്പിച്ചിട്ടുണ്ട്, കുറേ കോണ്ടൻറ്റുകൾ അടിച്ചു കളഞ്ഞിട്ടുണ്ട്. ഇവരുടെ ആ ഒരു വീഡിയോ ലീക്കായ സമയത്ത് കുറേ പേരൊക്കെ അത് എക്സ്ട്രീം വൾഗാരിറ്റി ലെവലിലൊക്കെ ചെയ്തതൊക്കെ ഇവർ അടിച്ചു കളഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇവർക്ക് കൃത്യമായിട്ട് അറിയാം ഹൗ ടു ഡീൽ വിത്ത് ഇറ്റ് എന്നുള്ളത്. അപ്പോൾ അത് ആ ഫാമിലിയിൽ നിന്ന് അപ്ബ്രിങ്ങിങ്ങിൻ്റെ സമയത്ത് തന്നെ ഈ സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും അതിൽ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ ഹൻസികയ്ക്ക് ഇപ്പോൾ വരുന്ന നെഗറ്റീവ് ഒന്നും വലിയ സീനൊന്നും ആവുന്നില്ല. അത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് മാത്രമല്ല, ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ വേണ്ട ഒരു സാധനമാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. കാരണം മണി കാൺട്ട് ബൈ ഹാപ്പിനെസ് എന്നൊക്കെ പറയും. ഓഫ് കോഴ്സ് ഇപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് കാശ് കൊണ്ട് അവരെ പോയി തിരിച്ചു വാങ്ങിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഇൻ എ ലോട്ട് ഓഫ് സിറ്റുവേഷൻസ് മണി ക്യാൻ ഡെഫിനറ്റ്ലി ബൈ യു ഹാപ്പിനെസ് ആൻഡ് പീസ് ഓഫ് മൈൻഡ്. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ ഒരു കാശുണ്ടെങ്കിലുണ്ടല്ലോ, അത് ശരിക്കും ഒരുപാട് പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു പവർഫുൾ വെപ്പണാണ് മണി എന്ന് പറയുന്നത്. അപ്പം ഏതൊരു ഇൻഡിവിജ്വലിനും വേണ്ട ഒരു സാധനമാണത്. അല്ലാതെ ഞാൻ പൈസയുള്ള ഒരാളെ കല്യാണം കഴിച്ച് ലൈഫിൽ സെറ്റിൽഡ് ആവാം എന്നുള്ളതൊക്കെ ഒരു ഭയങ്കര റോങ് ആയിട്ടുള്ളൊരു ചിന്താഗതിയാണ്. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ മനുഷ്യരാണ്, മനുഷ്യരുടെ ഉള്ളിൽ സെൽഫിഷ്നെസ് ഉണ്ടാകും. അപ്പം നമുക്ക് എന്തൊരാവശ്യം ഉണ്ടെങ്കിലും ഇഫ് യു ക്യാൻ ജസ്റ്റ് ഓപ്പൺ യുവർ വാലറ്റ്, ടേക്ക് യുവർ മണി ആൻഡ് ഡു വാട്ട് യു വോണ്ട് ടു ഡു, ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ലിബറേറ്റിംഗ് ഫീലിംഗ് എ ഹ്യൂമൻ ബീങ് ക്യാൻ എക്സ്പീരിയൻസ്. ആൻഡ് തീർച്ചയായിട്ടും ഈ ഓവർ ദി ഇയേഴ്സ് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ഓഫ് ചെയ്ത കരിയർ ആസ് എൻ ആക്ടർ ആയിട്ടാണെങ്കിലും ഇപ്പോഴും എനിക്ക് ഏറ്റവും താല്പര്യമുള്ള കാര്യം അതാണെങ്കിലും അതിൻ്റെ പുറത്തേക്ക് ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കാൻ പറ്റിയത് കൊണ്ടാണ് ഇന്നും ആസ് എൻ ആക്ടർ എനിക്ക് ഫ്രഷ്നെസ് റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് എനിക്ക് നല്ലതല്ലാത്ത സിനിമയുടെ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ എനിക്ക് കാശിന് വേണ്ടി ആ വർക്ക്സ് ഏറ്റെടുക്കേണ്ടി വരുന്നില്ല. കാരണം ഇപ്പം നമ്മൾ കൊച്ചായിരിക്കുമ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അച്ഛനൊക്കെ പലപ്പോഴും ചിലപ്പോൾ അത്ര താല്പര്യം തോന്നുന്ന ഒരു സിനിമ അല്ലാത്തൊരു വർക്ക് ചിലപ്പോൾ എടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും. കാരണം വി നീഡ് മണി ടു ലിവ്, റൈറ്റ്? ആൻഡ് യു നീഡ് ടു ഡു വർക്ക് ടു ഗെറ്റ് മണി. അപ്പോൾ അതുകൊണ്ട് വി റിയലി നോ ദാറ്റ് ഫീലിംഗ്.
ഈ പൈസയുടെ ഇമ്പോർട്ടൻസ്, പൈസ ഉണ്ടാക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഞാനും പറയുന്നുണ്ട്. പിന്നെ മണി ക്യാൻ ബൈ സർട്ടൻ തിങ്സ്. അതൊരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് പൈസ കൊണ്ട് നമുക്ക് ഹാപ്പിനെസ് വാങ്ങാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് ചില സമയത്ത്, അറ്റ് ടൈംസ്. എല്ലാ വട്ടമല്ല, ഉണ്ട്. ഈ മണി കാൺ ബൈ ഹാപ്പിനെസ് എന്നുള്ളതൊക്കെ റബ്ബിഷാണ്. മണി ക്യാൻ ബൈ ഹാപ്പിനെസ് അറ്റ് ടൈംസ്, അറ്റ് സം സിറ്റുവേഷൻസ് മണി ക്യാൻ. മണിയാണ്, പണമാണ് എല്ലാം, അത് വേറെ കാര്യം. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരൊരു പാസീവ് ഇൻകം എന്നാണ് സോഷ്യൽ മീഡിയനെ പറയുന്നത്. അഹാന അല്ല. ദിയാകൃഷ്ണയ്ക്കും അഹാനയ്ക്കും ഇഷാനിക്കും ഈവൻ അവരുടെ അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും ഒക്കെ അടക്കം KPക്കാണെങ്കിൽ വരെ രാഷ്ട്രീയത്തിലുപരി അദ്ദേഹത്തിന് ഇപ്പോൾ സിനിമകളൊന്നുമില്ല, രാഷ്ട്രീയക്കാരനാണ്. എന്നാലും സോഷ്യൽ മീഡിയ ഇൻകം ഈ വീട്ടിൻ്റെ അതിനൊരു ഫ്ലോ ഭയങ്കര, ഇവർ ഭയങ്കര പാസീവ് എന്നൊക്കെ പറഞ്ഞു പോയാലും അങ്ങനെയല്ല കാര്യങ്ങൾ. സോഷ്യൽ മീഡിയ ഇൻകമിൻ്റെ ഒരു സ്ട്രെങ്ത്താണ് ഇവർക്കുള്ളത്. മനസ്സിലായോ? അത്ര 5-6 അക്കൗണ്ട് ഉണ്ട് വീട്ടിൽ. എത്ര ഡോളർ വരും? എത്ര ലക്ഷം രൂപയാ? അതിന്ന് കെട്ടിപ്പടുത്ത ഒരു ബിസിനസ്സാണ് അപ്പുറത്ത് ദിയാകൃഷ്ണയ്ക്കുള്ളത്. അങ്ങനെ സോഷ്യൽ മീഡിയ കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഒരു എംപയർ തന്നെ ഉണ്ട് അവർക്ക്. സോഷ്യൽ മീഡിയ ഇൻകം അത്രത്തോളമാണ്. അത്രയും കണ്ടൻറ്റിന് റീച്ച് ഉണ്ട്, അത്രയും കണ്ടൻറ്റുകൾ അവർ ചെയ്യുന്നുണ്ട്, അത്രയും പ്രൊമോഷൻസ് അവർക്ക് കിട്ടുന്നു. വെറും കണ്ടൻറ്റ് മാത്രം ചെയ്തോളാം, പ്രൊമോഷൻസും കിട്ടുന്നുണ്ട്. അതിന്നൊക്കെ അവർക്ക് എല്ലാം കൺവേർട്ട് ആവുന്നുണ്ട്. ലൈഫ് തന്നെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ആ ലക്ഷറി. സിനിമ വേണമെങ്കിൽ ആനയ്ക്ക് ഇപ്പോൾ തോന്നുകയാണ് നല്ല സിനിമകൾ ഏതെങ്കിലും അവർക്ക് നല്ലത് തോന്നുന്ന സിനിമ വന്നാൽ എടുത്താൽ മതി. കാരണം എന്താ, അവർ ഫ്രഷ് ആയിട്ട് ആൾക്കാരുടെ മുന്നിൽ സോഷ്യൽ മീഡിയയിലുണ്ട്, അവരാരും മറന്നുപോയില്ല. ബാക്കി നടന്മാരും നടിമാരാണെങ്കിൽ അതല്ല സീൻ. ഇവർ സോഷ്യൽ മീഡിയയിൽ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവരെ എല്ലാവരും ഓർത്ത് വയ്ക്കും. കാരണം ഇവരതിനകത്തുണ്ട്, ഇവരെ മുഖം മറക്കാൻ പോകുന്നില്ല. അത് മാത്രമല്ല, ഇന്ന് ഇൻകം കിട്ടുന്നുണ്ട്. ബാക്കി നടന്മാർക്കോ നടിമാർക്കോ സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് സിനിമ ഇനി പൈസയ്ക്ക് വേണ്ടി ഏതെങ്കിലും ചത്ത സിനിമയിൽ പോയിട്ട് സ്ക്രിപ്റ്റ് കേട്ട് അഭിനയിക്കേണ്ട അവസ്ഥ ഉണ്ട്. ഇവർക്ക് അതും ഇല്ല. അപ്പോൾ ഇവർക്ക് അറിയാം ഇവരുടെ എല്ലാം റിവോൾവ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലുള്ളത് കൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യുന്നു ചെയ്യുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള ഒരു ഫാമിലി തന്നെയാണ് അവർ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ക്രിറ്റിസിസം, ഞാൻ പറയല്ലോ, ഒരു കൈൻഡ് ഓഫ് ക്രിറ്റിസിസം, ട്രോള്, ഇങ്ങനത്തെ റിയാക്ഷൻ വീഡിയോസ് വരെ ഇവർക്ക് കിട്ടുന്ന ബൂസ്റ്റാന്ന് വരെ അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇപ്പോൾ അവരെങ്ങനെ ഡീൽ ചെയ്യുന്നത് അറിയോ? അത് വന്നാലും കുഴപ്പമില്ല, ഒരു സൈഡിൽ കൂടി അങ്ങനെ ചർച്ച ചെയ്തിട്ട് പോയിക്കോട്ടെ, അത് നമ്മളെ ഇനിയും വളർത്തുകയുള്ളൂ. ഒരു സൈഡിൽ ക്രിറ്റിസിസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ മിസ്ലീഡിങ് സാധനം വരുമ്പോൾ ഇവരെ എതിർക്കാനുള്ള ആളുകളേക്കാൾ കൂടുതൽ ഇവർക്ക് സപ്പോർട്ട് കയറുകയുള്ളൂ. അതൊരു കൈൻഡ് ഓഫ് സോഷ്യൽ മീഡിയ ഗെയിമാണ്. ആ സാധനം കൃത്യമായിട്ട് അറിയുന്നവരുമാണ് അവർ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ദിയാകൃഷ്ണയാണ് ആ ഗെയിമിൻ്റെ മുകളിൽ കുറച്ച് സാധനങ്ങൾ ചെയ്തിട്ട് പോകുന്നത്. അല്ലാത്ത പക്ഷേ ഇവരെല്ലാവരും അത് അറിഞ്ഞ് കളിക്കുന്നവരാണ്, ഇത് പൈസ ഉണ്ടാക്കുന്നവരാണ്. ഇത് ചുമ്മാ കമൻറ്റ് ബോക്സിൽ വരെ പോയി 10 തെറി വിളിക്കുന്നവന്മാരെ മണ്ടന്മാരെന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഇനി അതവിടെ നിൽക്കട്ടെ. അതങ്ങനെ ആ ഇൻ്റർവ്യൂക്ക് അത്രയേ ഉള്ളൂ. അതിൻ്റെ മുകളിൽ പിന്നെ എടുത്തു വെച്ചിട്ട് അത് ഹൻസികേൻ്റെ മറ്റേ സബ്സ്ക്രിപ്ഷൻ വീഡിയോക്കൊക്കെ എടുത്തു കൊണ്ടുപോയ മഹാന്മാരൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം അന്ന് വിട്ടു ഇത് എന്നിട്ട് അത് അങ്ങനെയൊക്കെ പോയി കണക്ട് ചെയ്യണേന്ന്. അടുത്തത് ഗംഗ ആൻഡ് ഫാമിലീൻ്റെ വീഡിയോ കുറേ പേര് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഗംഗ ആൻഡ് ഫാമിലി ഒരു ഭയങ്കര രസമായിട്ട് അവരുടെ വീഡിയോസൊക്കെ കണ്ടൻറ്റൊക്കെ വേറെ ലെവൽ സാധനങ്ങളാണ്. അപ്പോൾ ഗംഗ ആൻഡ് ഫാമിലിയുടെ വീഡിയോ ഞാൻ വേറെ വീഡിയോ അങ്ങനെ ആലോചിച്ച് പോയി. അച്ഛൻ മറ്റേതുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളൊരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് ആകെ സ്ട്രൈക്ക് ചെയ്തത്. അപ്പോൾ ഇവരുടെ ഇൻ്റർവ്യൂവിനകത്ത് ഇവർ ഈ പറഞ്ഞ കാര്യം, ഓക്കെ, അച്ഛൻ ബയോളജിക്കൽ ഫാദർ അല്ലാത്തൊരു വ്യക്തിയെ അച്ഛ എന്ന് വിളിച്ച്, അച്ഛ എന്ന് മാത്രമല്ല മഞ്ജു എന്നാണ് വിളിക്കുന്നതൊക്കെ വിളിച്ച് അവർ ഹാപ്പി ആയിട്ട് നടക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ പോർഷൻ. തന്നെ അച്ഛനും അമ്മയും നമ്മുടെ ഓഡിയൻസിനൊന്ന് പരിചയപ്പെടുത്തും. ഇതെന്റെ അമ്മ, ഇത് അച്ഛൻ. വീട്ടിലെ കാര്യം ഉദ്ദേശിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. അത് ഞങ്ങൾക്ക് അറിയാം, ഇത് അമ്മ ഇത് അച്ഛനാണ്. അമ്മ രാജലക്ഷ്മി, അച്ഛൻ മനോജ് കുമാർ. ഞങ്ങൾ ഷോർട്ട് ഫോം മഞ്ജു എന്ന് വിളിക്കും. മഞ്ജു മഞ്ജു എന്ന് വിളിക്കുമ്പോ ഒരു കുട്ടിത്തൊക്കെ തോന്നാറില്ലേ? കണ്ടാ തന്നെ ആരാ അച്ഛൻ മഞ്ജു എന്ന് പേരിട്ടെ? ഞാനായിട്ടത്. മനോജ് കുമാർ എന്ന് പറയുമ്പോ ഒരു ഭയങ്കര വലിയ ആളെ പോലെ വന്നു. ഇപ്പോഴും തോർത്തെടുത്താലെ പോപ്പിക്കൂടയിലെ കൊച്ചിനാണ് തോന്നുന്നത്. ഞങ്ങൾ മഞ്ജു എന്ന് പേരിട്ട്. ഈ ഗംഗയുടെ എൻ്റെ 3 മക്കളുടെ അച്ഛനല്ല ഇത്, സത്യം പറയാല്ല. മഞ്ജു പിന്നെ വേറെ വിവാഹം കഴിക്കാതെ ഞങ്ങളെ ഏറ്റെടുത്തൊരു വ്യക്തിയാണ്. അപ്പൊ പിന്നെ അന്നേ തന്നെ ഞങ്ങളുടെ ജീവിതം കുറെ മാറി. മോള് പഠിക്കാൻ പൈസ ഇല്ലാണ്ടായി, ഒത്തിരി 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 അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അന്നേരമൊക്കെ പുള്ളിയാണ് നമുക്കൊരു സഹായത്തിന് വന്നത്, ഞങ്ങളെ ഏറ്റെടുത്തത്. ലോകത്ത് ആരെങ്കിലും ചെയ്യുമോ? അത് ഒരു മനുഷ്യരും ചെയ്യൂല. അങ്ങനെ എനിക്കാണെങ്കിൽ എന്നെ കണ്ടെടുക്കാൻ പോലും ഇല്ല, അത്രയ്ക്ക് അങ്ങ് ഞാനങ്ങ് മോശമായി ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ജീവിച്ചത്. ആ സമയത്ത് ഇവര് 3. ഗംഗയാണ് മൂത്ത കുട്ടി. ഗംഗയാണ് മൂത്തത്. ഗംഗയാണ് എന്റെ കൂടെ നിന്ന് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ഗംഗയാണ്. ഗംഗ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഗംഗയുടെ താഴെ അനിയത്തി. അവിടെ കല്യാണം കഴിഞ്ഞു. അവളിപ്പോ പറഞ്ഞില്ലെങ്കിൽ വീട്ടിൽ കേട്ടത്തില്ല. അതുകൊണ്ട് ഇതൊക്കെ ഓരോ മനുഷ്യന്മാർ ലൈഫിൽ നിന്ന് പഠിക്കേണ്ടതും തിരിച്ചറിവ് വരേണ്ടതും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതൊക്കെ കൊണ്ടുവരുന്ന
അവരുടെ ലൈഫിലെ ചേഞ്ചുകളാണ്. അത് നിങ്ങളിപ്പോൾ ദിയാകൃഷ്ണൻ്റെ അമ്മായിയമ്മയെ ദിയാകൃഷ്ണ അമ്മയെന്ന് വിളിക്കാൻ മടിക്കുന്നു. ഇവിടെ അച്ഛനല്ലാത്തൊരു വ്യക്തി, ബയോളജിക്കൽ ഫാദർ അല്ലാത്ത ഒരാൾ ലൈഫിൽ വന്നിട്ട് അയാളെ അച്ഛ എന്ന് വിളിക്കുന്ന ഗംഗ എന്നൊക്കെ പറഞ്ഞുള്ള കമ്പാരിസണൊക്കെ പറയുമ്പോൾ അവരുടെ ലൈഫ് അങ്ങനെയാണ്. ചില ആൾക്കാരുണ്ടല്ലോ ലൈഫിൽ നമുക്ക് ഒന്നുമല്ലാത്തൊരു സിറ്റുവേഷനിൽ നമ്മളാരും ഒന്നും തിരിഞ്ഞു നോക്കാത്തൊരു സിറ്റുവേഷനിൽ വരുന്ന ആളെ നമ്മൾ ചിലപ്പോൾ അത്രയും അങ്ങനെ കാണൂടെ. ഒരു പക്ഷേ ദിയാകൃഷ്ണയ്ക്ക് അങ്ങനെ ഒരാൾ ലൈഫിൽ വന്നിട്ടുണ്ടാവില്ല അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഉള്ളത് സ്വന്തം അച്ഛനും അമ്മയും തന്നെ ആയതുകൊണ്ട് അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. അത് രണ്ട് ലൈഫാണ്, രണ്ട് വ്യക്തികളാണ്, രണ്ട് സിറ്റുവേഷൻസാണ്. അതൊന്നും ഇപ്പോൾ നമ്മൾ വെച്ച് ഇക്വേറ്റ് ചെയ്ത് പറഞ്ഞതുകൊണ്ട് ദിയാകൃഷ്ണ നാളെ പോയിട്ട് അമ്മായിയമ്മേനെ അമ്മ എന്ന് വിളിക്കാൻ പോകുന്നില്ല. ഓക്കെ, അതിങ്ങനെ ജസ്റ്റ് പറയാൻ വേണ്ടി പറയാമെന്നല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. അത് ഓരോരുത്തരുടെ ലൈഫ് എക്സ്പീരിയൻസ് വരുമ്പോൾ വരേണ്ട അവരുടെ സെൽഫ് റിയലൈസേഷൻ എന്ന് വരേണ്ട മാറ്റമാണ്. അവരാരെന്ത് വിളിക്കണം, എങ്ങനെ ഒരാളോട് ബിഹേവ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അതൊക്കെ അവരുടെ അപ്ബ്രിങ്ങിങ്ങിൻ്റെ സമയത്തും അവരുടെ ലൈഫ് സിറ്റുവേഷൻ്റെ സമയത്തൊക്കെ അവർക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ വെച്ചിരിക്കും. അല്ലെങ്കിൽ ഇനി വരുന്നവരുടെ ലൈഫ് മുന്നോട്ട് എങ്ങനെയെന്നുള്ളതൊക്കെ അനുസരിച്ചിരിക്കും. അവിടെ പോയിട്ട് ഇത് രണ്ടും വെച്ച് കമ്പയർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഗംഗ ആൻഡ് ഫാമിലി ഹാവ് എ ഡിഫറെൻറ്റ് ലൈഫ്, ദിയാകൃഷ്ണ ആൻഡ് ഫാമിലി ഹാവ് എ ഡിഫറെൻറ്റ് ലൈഫ്. ദാറ്റ്സ് ഇറ്റ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഈ ലൂപ്പ് ഇങ്ങനെയൊക്കെ പോവും. അവർ ഇനിയും കോൺട്രവേഴ്സികളൊക്കെ പിടിക്കും. നമുക്ക് നല്ല ഡോളർ കിട്ടുന്ന പരിപാടി ആയതുകൊണ്ട് നമ്മളിത് വീഡിയോ ചെയ്യും. രാത്രി ഒരു വീഡിയോ ചെയ്യണം. പൊളിറ്റിക്കൽ കേരളത്തിൽ എന്തൊക്കെ നടക്കുന്നു, വി ഡി സതീശൻ, വി ഡി എസിൻ്റെ സത്യപ്രതിജ്ഞ ആൻഡ് കുറേയധികം കാര്യങ്ങൾ.